മോളും എൻ്റെ വല്യമ്മച്ചി എൻ്റെ വാപ്പയും അണ്ണനും കേപ്പിയായിട്ട് വിറവറക്കാൻ വന്നേ കേട്ടോ. പൂപ്പി മോളെങ്ങി വാടി. പൂപ്പി കണ്ടോ, ഞങ്ങൾ വിറവറക്കാൻ വന്നതാണേ. അപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു ചക്ക കിട്ടി. ഈ ചക്കയുടെ പേരെന്താണ് ഗൈസ് പറയൂ. അത് കഴിച്ചിട്ടുള്ളവരും പറയണം കേട്ടോ. എൻ്റെ ചക്കയുടെ പേര് എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്കറിയുമെന്ന് അറിയണമല്ലോ. കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ പേരെന്തോന്ന്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ അയിണിച്ചക്ക എന്ന് പറയും. അയിണിച്ചക്ക. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പറയും? പച്ചക്കറി ഒന്നും വിളിച്ച് പറയല്, ചീത്തയൊന്നും പറയില്ല. ചീത്ത പറയുന്നവരുടെ തലേ അയിണിച്ചക്ക വീഴട്ടെ. അയിണിച്ചക്ക. ഇതിൻ്റെ പേരെന്തോന്ന് പറയണേ ഗോയ്സ്. ഇതിൻ്റെ മരം താണ്ട് ഇതാണ് ഗൈസ് മരം. അയിണിച്ചക്ക. ഇതിൻ്റെ പഴം തിന്നാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ചക്കപ്പഴം തിന്നാൻ നല്ല രുചി. കുറേ വിറക് ഉറക്കി നമ്മുടെ ഷോപ്പിൻ്റെ ആവശ്യത്തിന് കുറേ വിറക് ഉറക്കി കേട്ടോ. കുറേ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു കേട്ടോ. നെഗറ്റീവ് വോളികൾ എല്ലാ നാട്ടിലും ഉണ്ട് കേട്ടോ. ഞാൻ കരുതി ദൈവമേ ഇനി കൊല്ലത്ത് മാത്രമേ ഈ നെഗറ്റീവ് വോളികളുള്ളൂ. പക്ഷേ അല്ലെന്ന്, ട്രിവാൻഡ്രത്തും ഉണ്ട്. കടയിട്ടപ്പോഴത്തേന് കട അടച്ചിട്ട് പോകും, ഇവിടെ കച്ചവടം നടക്കത്തില്ല, ഇവിടെ ശരിയാവത്തില്ല, ഇവിടെ നല്ല സ്ഥലമല്ല, ഇത് ഓട്ടയിടാനുള്ള സ്ഥലമാണ്, ഇവിടെ വേറൊരാളുടെ കട മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ, നമ്മളെപ്പോലുള്ള ആൾക്കാരെ കട മുന്നോട്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യായം പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പൊരുതി വന്നവളാണ്, ഞാൻ കുറേ കഷ്ടപ്പെട്ട് വന്നവളാണ്, എൻ്റെ കൂടെ എപ്പോഴും ഫൈറ്റ് ചെയ്യേണ്ട ആൾ വേണം, എന്നാൽ മാത്രമേ നമുക്കൊരു ത്രില്ലുള്ളെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ആ ഓട്ടക്കാരൻ പറയും, അങ്ങനല്ല, അതല്ല, അവിടെ വില കുറവാണ്. ഞാൻ പറഞ്ഞു, വില കുറച്ച് ഫുഡ് കൊടുക്കുന്നില്ല, എൻ്റെ ക്വാളിറ്റിയുള്ള ഫുഡാണ്, അത് ഞാൻ എന്തായാലും വില കുറച്ച് കാണുന്നില്ല. ഇപ്പം സാധനം മേടിക്കുമ്പോൾ ആ സാധനത്തിൻ്റെ റേറ്റിലുള്ള ഫുഡ് തന്നെ ഞാൻ കൊടുക്കത്തുള്ളൂ. ഇപ്പം എനിക്ക് ആൾ കയറാനായിട്ട് ഞാൻ 10 രൂപയ്ക്കും 20 രൂപയ്ക്കും കൊടുത്തിട്ട് എനിക്കൊരു ലാഭവും കിട്ടാനില്ല. അപ്പോൾ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഒന്നും അറിയത്തില്ല, ഒന്നും അറിയാത്തവരെ വന്നു, ആ ഒരു മട്ട എല്ലാവരുടെ സംസാരം കേട്ടോ. അപ്പോൾ ഞാൻ കരുതി നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേന് നമുക്ക് സപ്പോർട്ട് ചെയ്യാണ്ട് നമ്മളെ പുറകെ നിന്ന് കുത്തുക, നമ്മളെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് മാറി നിന്നിട്ട് കുറ്റം പറയുക കേട്ടോ. കുറ്റം പറയുന്ന കുറേ ആൾക്കാർ, ഞാൻ ചെയ്തത് തെറ്റല്ലേ, എനിക്കങ്ങനെ ചെയ്യാവൂ, എനിക്ക് 24 വയസ്സല്ലേ ഉള്ളൂ, എനിക്ക് ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ, ഞാൻ കച്ചവടം ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ചെയ്താൽ മുന്നോട്ട് പോകുമോ, രക്ഷപ്പെടുമോ? ഇപ്പോൾ രക്ഷപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഓരോ സമയത്ത് നമുക്ക് ഓരോ ആഗ്രഹങ്ങളില്ലേ. നമുക്കിപ്പം വീട് വെക്കണം, കാറ് മേടിക്കണം, ഒരു ഷോപ്പ് നടത്തണം, അല്ലെങ്കിൽ നമുക്ക് ആർട്ടിസ്റ്റ് ആവണം, നമുക്ക് നമ്മുടേതായ ഓരോ ആഗ്രഹങ്ങളല്ലേ ഓരോ തവണ നമുക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ മോശമായി പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത്. ഞാനിപ്പം 10 ആണുങ്ങളുടെ കൂടെ പോകാനോ 10 ആണുങ്ങളെ കെട്ടാനോ അത് മോശമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പൂപ്പി ഇവിടെ വാടി. വരുന്നുണ്ടേ, അവിടെ നിന്ന് ഓടി വരുന്നുണ്ട് കണ്ടോ, വരൽ കണ്ടോ. അപ്പോൾ ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒറ്റ ഓട്ടോക്കാരും അവിടുന്ന് കയറത്തില്ല കേട്ടോ. തച്ചോട്ടുകാവ് ജംഗ്ഷനിൽ നിന്ന് അപ്പോൾ ഒരു 62 ഓട്ടോയുണ്ട്. ഞങ്ങൾ 62 പേരും വീട്ടിൽ പോയാൽ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞേ, 62 ഓട്ടോക്കാരെ കണ്ടിട്ടല്ല അലീന കടയിട്ടത്. പിന്നെ ഞാൻ ഷോപ്പ് നടത്തുമ്പോൾ ഒരാളെ കയറണമല്ലോ, അതെൻ്റെ വിജയമോ. ആ ഒരാളിൽ നിന്ന് പിന്നെ 100 പേരായിക്കോളും, അല്ലെങ്കിൽ 1,00,000 ആയിക്കോളും. ഞാൻ പറഞ്ഞു. അപ്പം പറയാം, ഇവിടെ ഒരു ആളുടെ കടയുണ്ട് കേട്ടോ, അപ്പോൾ അത് 10 വർഷമായിട്ടുള്ള കടയാണ്, ആ കടയെ വിജയിക്കത്തുള്ളൂ, അതേ മുന്നോട്ട് പോകത്തുള്ളൂ, അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് എത്ര രൂപയാണെന്ന് പോലും പറയത്തില്ല, അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള മനുഷ്യനവിടെ കട ഇട്ടിരുന്നു. അങ്ങനെ 10 വയസ്സിൽ വന്ന് 10 വർഷമായിട്ട് കട ഇട്ടേക്ക് വന്നുള്ളൊരു മട്ട് കേട്ടോ. അപ്പം ഞാൻ സംസാരിച്ച്, അപ്പോൾ അവിടെ കച്ചവടം നടക്കാത്ത രീതിയിൽ നടക്കത്തില്ലാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് അല്ലേ, നമുക്കുള്ളതാണെങ്കിൽ നമുക്ക്. ഇപ്പം അലീന ട്രിവാൻഡ്രത്ത് കട നടത്തണം എന്ന് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അലീന അത് ചെയ്തിരിക്കും അല്ലേ. ഞാനത് ചെയ്തു. അപ്പോഴത്തേന് കുറ്റം പറച്ചിൽ, അത് പറ്റത്തില്ല, അവിടെ വിജയിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ വാപ്പയെ കൊണ്ടല്ലോ ഇങ്ങനെ മിണ്ടാൻ നിന്ന്, അതെന്താ അങ്ങനെ സംസാരിച്ച ഒരുമാതിരി. ഞാൻ നല്ല പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു, വെറുതെ അറിയാത്തൊരാൾ വന്ന് കടയെടുത്തല്ല, ഞാൻ പഠിച്ച് ഞാൻ വർക്ക് ചെയ്ത് എൻ്റെ ഫീൽഡേ അതാ. അപ്പോൾ എനിക്ക് ഷോപ്പിടാൻ തോന്നി. ഇപ്പോൾ ഒരാളെ കയറിയുള്ളൂ, എനിക്ക് ആ ഒരാൾ മതിയെന്ന് പറഞ്ഞു. ഒരാളും കയറാതെ ഇരിക്കുന്നില്ലല്ലോ, അങ്ങനെ ഇന്ന് വരെ ഒരു ദിവസം ഉണ്ടായിട്ടുമില്ല. അപ്പം അവർക്ക് അവിടെ ഓട്ടം ഇടണം,
മനസ്സിലായോ? അവർക്ക് നമ്മളവിടെ കച്ചവടം നടത്തുന്നത് ഇഷ്ടമല്ല. അതിൻ്റേതായ ഓരോരോ മുടന്ത ന്യായങ്ങളാണ്. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് വരുന്ന കുറച്ച് ഉള്ളിലോട്ടാണ്, അങ്ങോട്ടൊരു കട നോക്കിക്കൂടായിരുന്നോ? എന്നുവെച്ചാൽ അവൻ്റെ അപ്പൻ അവിടെ കട എടുത്തിട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് കട നോക്കാമല്ലോ. മനസ്സിലായോ? അവൻ്റെ അപ്പൻ അവിടെ കട എടുത്തിട്ടേക്കുവാണല്ലോ. അപ്പം പിന്നെ നമുക്ക് അങ്ങോട്ട് കട നോക്കാം. ഇപ്പം എൻ്റെ അപ്പൻ ഇപ്പം ജംഗ്ഷനിലാണല്ലോ കട എടുത്തത്. അപ്പോൾ പിന്നെ അവിടെ കച്ചവടം നടത്താൻ പറ്റത്തില്ല. അവൻ്റെ അപ്പനെടുത്ത കടയിലേ നമുക്കിപ്പം കച്ചവടം നടത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് കേട്ടോ ആൾക്കാർ പറയുന്നത്. പിന്നെ അവൻ്റെ അപ്പനല്ലല്ലോ എൻ്റെ അപ്പൻ. എന്താ അല്ലേ? ഡാഡിമാർ തമ്മിൽ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്താണോ ഞാൻ എന്താണോ ചിന്തിച്ചത് അത് തന്നെ നടത്താമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയുള്ള കുറച്ച് തെണ്ടികൾ ഉണ്ട്. ആ ഓട്ടോക്കാരൻ്റെ വായിൽ അണ്ണാക്കിലടിച്ച പോലെ. പുള്ളി ചിലപ്പോൾ നല്ലതായിരിക്കും പറഞ്ഞത്, പക്ഷെ എന്തോ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പൂപ്പി കയറ്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് വഴി തെറ്റിപ്പോയി. ഇതിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഗൈസ്.